14 വാക്യം നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ പാസ്റ്റർ വായിക്കും. മത്തായി സുവിശേഷം 5 വാക്യം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു, ലവ് യു. അനുഗ്രഹീതവും വിശ്വപ്രസിദ്ധവും ആയ ദൈവവചന ഭാഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ രാത്രിയുള്ള യുവജന കൺവെൻഷൻ പ്രസംഗിക്കുവാൻ കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള എൻ്റെ പ്രസംഗ പരമ്പരകളിലെ ധാരാളം ചിന്തകളും പ്രസംഗങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നെങ്കിലും ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കിടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രചോദനം തന്ന ദൈവശബ്ദത്തിന് സന്ദേശത്തിന് ഞാൻ ഇങ്ങനെയാണ് തലക്കെട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആധുനിക ലോകത്തിൻ്റെ വെല്ലുവിളികളും യുവജനങ്ങളുടെ ഉത്തരവാദിത്വവും എന്ന ഒരു ചിന്തയെ അധിഷ്ഠിതമാക്കിയാണ് ഈ രാത്രി ഞാൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് കുറിവാക്യമായിട്ട് ഏറ്റവും പ്രസിദ്ധമായ വിശുദ്ധ ബൈബിളിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിന്റെ കാതലായ ഏറ്റവും മൂല്യമുള്ള കാമ്പുള്ള പ്രഖ്യാപനങ്ങളാണ് തിരുവെഴുത്തിൽ മത്തായി സുവിശേഷം 5 നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടുത്തെ സാമുദായിക രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം വേദപുസ്തക പുതിയ നിയമ ചിന്തകളെ കുറിച്ച് അവർ പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അത്യുച്ഛലമായ പോരാട്ടം നയിച്ച ഗാന്ധിജി ഉൾപ്പെടെ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നത് ചരിത്ര രേഖകളിൽ നമുക്കെല്ലാവർക്കും അറിയാം. റെസ്പോൺസിബിലിറ്റി ടു ബി ലൈറ്റ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിലെ നമ്മെ ഓരോരുത്തരെയും തൻ്റെ അനുഗമിക്കുന്ന ജനത്തെ നോക്കി, ലോകത്തിലെ യുവതലമുറയെ നോക്കി ഇന്ന് രാത്രി ദൈവവചനത്തിൽ കൂടി പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഈ കാലഘട്ടം നമുക്കറിയാം, ശാസ്ത്രീയമായ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച, വളർച്ച കൈവരിച്ച ഒരു കാലഘട്ടത്തിലാണ് ഈ പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മളായിരിക്കുന്നത്. എൻ്റെ പ്രസംഗങ്ങളിൽ ഞാൻ പറയാറുണ്ട്, ആകാശത്തിന്റെ അനന്തതകളിൽ സഞ്ചരിക്കുവാനും സമുദ്രത്തിന്റെ ഉള്ളറയിലേക്ക് ഊളിയിട്ട് കടന്നു ചെല്ലുവാനും മാനിനെ പോലെ ചാടുവാനും മാനത്ത് പറക്കുവാനും, എന്തിനേറെ പറയുന്നു, ഒരു പരമാണുവിന്റെ ഉള്ളിലിരിക്കുന്ന രഹസ്യങ്ങൾ പോലും അനാവരണം ചെയ്ത് കണ്ടെത്തുവാൻ ഈ തലമുറ ആധുനിക ലോകത്തിന്റെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നേട്ടമായി കൈവരിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്മാർട്ട് ഫോണുകൾ, മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയും മനുഷ്യ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ കാലഘട്ടമെന്ന് ചുറ്റുവട്ട കാഴ്ചകളിൽ നമുക്കെല്ലാവർക്കും അറിയാം. ആധുനിക ലോകത്തിന്റെ മുഖച്ഛായ തന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും, എന്നെ ആരും നിയന്ത്രിക്കണ്ട എന്ന പ്രത്യക്ഷമായ ഒരു പ്രഖ്യാപനമായിട്ടാണ് ഇന്നത്തെ തലമുറ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യാം, മൈ ലൈഫ് മൈ ചോയ്സ്. ഇതാണ് ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ ചെറുപ്പക്കാര് അവരുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട് അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ ഞാൻ ഈ പറഞ്ഞ വാചകത്തെ ചേർത്ത് പിടിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ ഉദാഹരണമായി നമുക്ക് ഏറ്റവും പരിചയസമ്പന്നമായ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും വചനത്തിൽ പ്രബുദ്ധരാണ്, വേദപുസ്തക ചിന്തകളിൽ നിങ്ങൾ അറിവുള്ളവരാണ്. നമ്മളെല്ലാവരും മുടിയനായ പുത്രൻ എന്ന് പറയുന്ന ധൂർത്തുപുത്രന്റെ ചരിത്രം ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ അവൻ പറഞ്ഞു, എന്റെ പിതാവിനോട് ഞാൻ ചെന്നിട്ട് എനിക്ക് കിട്ടേണ്ടതെല്ലാം എനിക്ക് തരിക എന്ന് പറഞ്ഞ് എനിക്കിഷ്ടമുള്ളതുപോലെ എന്റെ ഇഷ്ടത്തിനും ഇച്ഛയ്ക്കും അനുസരിച്ച് എന്റെ കൂട്ടുകാരുമായി ചേർന്ന് ഞാനൊരു ജീവിതം നയിക്കുമെന്ന് ധൂർത്തുപുത്രൻ എടുത്ത തീരുമാനം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. അവന്റെ ജീവിതയാത്രയിൽ എന്നാ സംഭവിച്ചു? അവന്റെ പ്രതീക്ഷകൾ, അവന്റെ സ്വപ്നങ്ങൾ വലുതായിരുന്നു. അവൻ വിചാരിച്ചു തന്റെ പിതാവിനെ വിട്ട്, തന്റെ ഭവനം വിട്ട്, തന്റെ ഭവനാന്തരീക്ഷത്തിന്റെ ചുറ്റുവട്ട കാഴ്ചകൾ വിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ വർണ്ണശലഭമായ ഒരു പുത്തൻ അനുഭവമുള്ള ജീവിതമാണ് ഈ മുടിയനായ ധൂർത്തുപുത്രനായ ഈ ചെറുപ്പക്കാരൻ പ്രതീക്ഷിച്ചത്. പക്ഷെ തന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പോയിട്ട് എന്താണ് അവസാനം സംഭവിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലോ തകർച്ച സംഭവിച്ചു. മാനസികമായി അവൻ തകർക്കപ്പെട്ടു, ശാരീരികമായി തകർക്കപ്പെട്ടു. എന്തിനേറെ പറയുന്നു, ഒരു നേരത്തെ വിശപ്പിന് ഭക്ഷണം പോലും ഇല്ലാത്ത നിലവാരത്തിൽ, എല്ലാ നിലവാരത്തിലും തകർന്ന് ആ ചെറുപ്പക്കാരൻ അവസാനം ബോധ്യപ്പെട്ടു, എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നെങ്കിൽ മാത്രമേ എന്റെ പിതാവിന്റെ അടുക്കൽ കിട്ടുന്ന ആ സന്തോഷം ലോകത്തിൽ മറ്റൊരിടത്തും എനിക്ക് കിട്ടത്തില്ല. മടങ്ങി വരണമെന്നുള്ളൊരു ചിന്ത അവന്റെ മനസ്സിൽ വരുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി യുവജന കൺവെൻഷനിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ
കൂടി പ്രിയപ്പെട്ടവരെ, ദൈവശബ്ദം ഇന്ന് രാത്രി തുടർന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു മടങ്ങി വരവ്, ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ യേശുമായിട്ട് അന്ന് ലോകം നമ്മൾ നോക്കുമ്പോൾ നല്ല ബന്ധത്തില, നല്ല വസ്ത്രധാരികളാണ്, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ട്, കൊയർ ലീഡ് ചെയ്യുന്നുണ്ട്, അന്യഭാഷ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്പിരിച്വലി മനുഷ്യന്റെ ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷെ എവിടെയെങ്കിലും കർത്താവുമായിട്ടുള്ള ബന്ധം, വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം, ദൈവകൃപയുടെ അനുഭവങ്ങൾ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഏൽപ്പിച്ചപ്പെട്ട അപ്പ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ഇന്ന് രാത്രി എന്നിൽ സമ്പൂർണ്ണമാകണമേ കർത്താവേ. അവിടുത്തെ വെളിച്ചമാകുക, അവിടുത്തെ ലൈറ്റ് ഹൗസ് ആകുക, അവിടുത്തെ ഹിതം എന്താണെന്നോ അവിടുത്തെ ഇച്ഛ എന്താണെന്നോ എന്റെ ജീവിതത്തിൽ ഈ രാത്രി വെളിപ്പെടുത്തണമേ. അതെനിക്ക് മാത്രമല്ല, ഈ രാത്രി ഞാൻ ഈ പരസ്യമായ സ്ഥലത്ത് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തലമുറയുടെ മേൽ അത് വെളിപ്പെടുത്തണമേ, എന്റെ ഭവനത്തുള്ളവരുടെ മേൽ അത് വെളിപ്പെടുത്തണമേ എന്ന് ഇന്ന് രാത്രി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും അമ്മമാര്, ഏതെങ്കിലും അപ്പന്മാര് ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗത്തിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരു പ്രവചന ശബ്ദം എന്നുവെന്ന് ഇന്ന് രാത്രി ഞാൻ പറയുന്നു. കർത്താവിന്റെ അദൃശ്യ കരങ്ങളാൽ പല വ്യക്തികളെയും ഈ രാത്രി സന്ദർശിക്കുന്ന രാത്രിയായിരിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നു? അവർ ഇന്ന് രാത്രി ആ കരമൊന്ന് ചേർത്തെടുത്ത് പറഞ്ഞാട്ടെ, എന്റെ ദൈവത്തിന്റെ ഹിതത്തിലേക്ക് എന്നെ നയിക്കും. നാം ഇന്ന് ജീവിക്കുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കങ്ങളുടെ ലോകത്തിലാണെന്ന് നമ്മുടെ തലമുറകൾക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും അറിയാം. ടെക്നോളജി പരമായിട്ട് അത്യുച്ഛലമായ വളർച്ച കൈവരിച്ചിരിക്കുകയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിനകത്തുള്ള ആപ്പുകളും ആപ്ലിക്കേഷനുകളും ഫ്യൂച്ചറുകളും ഒക്കെ എന്താണെന്ന് പോലും വിവരിക്കാൻ പറഞ്ഞ് സാധാരണക്കാർക്ക് പറ്റാത്ത നിലവാരത്തിൽ അത്രത്തോളം വലിയ ടെക്നോളജിയുടെ വളർച്ച പ്രാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു സമകാലിക എഴുത്തിനെ ഒരു വ്യക്തി എഴുതിയിരിക്കുന്ന ആർട്ടിക്കലിൽ ഞാൻ ഇങ്ങനെ ഒരു വാചകം വായിക്കുവാനിടയെത്തുന്നു. ലോകം ഇന്ന് കണക്റ്റഡ് ആണെങ്കിലും മനുഷ്യൻ ഇന്ന് ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ്. വിഷാദവും ലഹരിയും ഏകാന്തതയോ കുടുംബ തകർച്ചയുമല്ല മനുഷ്യനെ ഇവിടെ എന്തൊക്കെ വളർച്ചയുണ്ടെങ്കിലോ എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിലോ പല വ്യക്തികളും വല്ലാത്ത നിലവാരത്തിൽ ഇരുട്ടിന്റെ ഉള്ളിൽ അകപ്പയ്ക്ക് ജീവിതത്തിന്റെ ലക്ഷ്യവും താളവും നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജീവിക്കുന്നത്. ഇന്ന് രാത്രി ഇരുട്ടിന്റെ ശക്തികളോട്, പൈശാചിക മണ്ഡലങ്ങളോട് ഇന്റർനാഷണൽ സയൻ അസംബ്ലിയുടെ യുവജന വിഭാഗം നടത്തുന്ന സുവിശേഷ യോഗത്തിൽ ഞങ്ങൾ ആത്മനിറവിൽ യുദ്ധപ്രഖ്യാപനം കൂടെ നടത്തുകയാണ്. ഞങ്ങളുടെ തലമുറകളെ ഭവനത്തിന്റെ ഉള്ളിൽ ബന്ധങ്ങളിൽ നിന്ന് അകറ്റി, കൃപയിൽ നിന്ന് അകറ്റി, പ്രാർത്ഥനയിൽ നിന്ന് അകറ്റി, ആരാധനാലയത്തിൽ നിന്ന് അകറ്റി, ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റി പെട്ടിയിട്ടിരിക്കുന്ന പൈശാചിക ശക്തികളെ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന കൃപ ലഭിച്ചവർ ആത്മാവിനൊന്ന് പ്രതികരിച്ച് പറഞ്ഞാട്ടെ. ഞങ്ങളുടെ തലമുറകളിൽ സുവിശേഷ യോഗത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. അവർ മോചിക്കപ്പെടുന്നതിന് ഈ വചന ശബ്ദങ്ങൾ കാരണമാകട്ടെ. ഇവിടെ വ്യാപരിക്കുന്ന ദൈവശബ്ദം, ദൈവകൃപ, ദൈവത്തിന്റെ പ്രസൻസ് അതിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആധുനിക ലോകത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വേദപുസ്തക ചിന്തകൾക്ക് അധിഷ്ഠിതമായിട്ടും സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തുകയും മാനവികത ഉയർത്തിപ്പിടിച്ചുമൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അക്കമിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. എങ്കിലും ഇന്ന് സമയത്തിന്റെ പരിധികളും സാഹചര്യങ്ങളും എല്ലാം വിലയിരുത്തിക്കൊണ്ട് യുവതി യുവാക്കന്മാരോട് പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി പ്രധാനമായി 4 കാര്യങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വേഗത്തിൽ എന്റെ ചിന്തകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ആരാധിച്ച് ഈ യോഗം അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ആധുനിക ലോകത്തിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിൽ നാം ക്രിസ്തുവിന്റെ വെളിച്ചമാകുക. നമ്മുടെ കുറുവാക്യം തന്നെ കർത്താവ് നമ്മളോട് പറഞ്ഞ ആഹ്വാനം അതാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. സ്തോത്ര. ഇന്ന് എല്ലാ നിലവാരത്തിലും ഭൂമിശാസ്ത്രപരമായി അതിരുകൾ ദൂരങ്ങളും ഇല്ലാതെ ആർക്കും എവിടെയും എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടത്തുവാനും യാത്ര ചെയ്യാനും പറ്റുന്ന നിലവാരത്തിൽ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുന്ന കാലഘട്ടം. സ്തോത്രം. ഇന്നത്തെ മനുഷ്യൻ തന്നെ, ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവരുടെ ഫോണിൽ കിട്ടുന്ന ലൈക്കും കമന്റുകളും ഒക്കെയാണ് ഒരുപക്ഷെ
ഞാൻ ആരാണ്, എൻ്റെ വ്യക്തി ജീവിതത്തിന്റെ മാന്യത എന്താണെന്നൊക്കെ ഒരുപക്ഷെ വിലയിരുത്തപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണല്ലോ ഇന്നത്തെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്ര. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി അതിന് നടുവിൽ കർത്താവ് പറയുകയാണ്, ആമേൻ സ്തോത്രം, ഇവിടെ എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് വെളിച്ചത്തിലേക്ക് ആമേ പ്രകാശിക്കുന്നവരായിരിക്കാൻ, പ്രകാശം പരത്തുന്നവരായിരിക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്റെ സഹോദരൻ പാസ്റ്റർ രാജേഷ് മക്ക് ഇവിടെ ഒരു പാട്ടിന്റെ ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുവാനിടയെത്തുന്നു, ആമേ ചില വർഷങ്ങൾക്ക് മുമ്പ് ആമേ ഈ ലോകത്തിലെ പാപത്തിന്റെ ചേറ്റുകണ്ടത്തിൽ, ഈ ലോകത്തിന്റെ മാലിന്യത്തിൽ ഇവിടുത്തെ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ലക്ഷ്യബോധമില്ലാതിരുന്നപ്പോൾ ആമേ കർത്താവിദാസൻ പാസ്റ്റർ വക്കൻ രാജേഷിനെ യേശുവിൻ സ്നേഹത്തിൽ എന്ന പാട്ടിന്റെ വരികൾ അദ്ദേഹത്തെ സ്പർശിക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഇതിനകത്ത് നിങ്ങൾ അധരം പൂട്ടിയിരിക്കേണ്ട, ഇന്ന് രാത്രി നിങ്ങൾ സ്തോത്രം പറയാതിരിക്കേണ്ട. എവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന് തകർച്ച സംഭവിച്ചത്? ആമേ ലക്ഷ്യമില്ല. ആരോട് എന്റെ സങ്കടം പറയോ? എവിടെയാണ് എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒരു പരിഹാരം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്? നല്ല വസ്ത്രധാരികളായിട്ടാണ് ഇന്ന് രാത്രി നിങ്ങൾ പലരും ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കഴിക്കുവാൻ മെച്ചപ്പെട്ട ആഹാരം വീട്ടിലുണ്ട്, പാർക്കുവാൻ നല്ല വീടുണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ നല്ല വാഹനങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആകമാനം ശൂന്യതാബോധം ബാധിക്കപ്പെട്ടിട്ട് ആമേൻ സ്തോത്രം എങ്ങനെ ആരോട് നിങ്ങളുടെ അവസ്ഥ വിവരിച്ചു പറയണമെന്ന് അറിയാൻ പറ്റാതെ തകർന്നിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശു പറയുന്നു, നിന്റെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ ആമേ മരിക്കണമെന്നുള്ള ചിന്തയുള്ള നിന്റെ ജീവിതത്തിൽ, താളം തെറ്റിപ്പോയ നിന്റെ ജീവിതത്തിൽ, തകർന്നു കിടക്കുന്ന നിന്റെ ജീവിതത്തിൽ ലോകത്തിന്റെ വെളിച്ചമായ പുനരുത്ഥാനവും ജീവനുമായ രക്ഷയും മഹത്വമായ യേശു ക്രിസ്തു ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്പർശിക്കുവാൻ, നിങ്ങളെ മാറ്റം വരുത്തുവാൻ എന്റെ കർത്താവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുക. കർത്താവ് പറയുന്നു, ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തുവായിരിക്കുമ്പോൾ നമ്മെ അവന്റെ മക്കളായി പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് നമ്മെ തിരഞ്ഞെടുത്ത അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിൽ രാജപുരോഹിത വർഗമായി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ നാമും വെളിച്ചമായിരിക്കുക എന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ തിരുവിടത്തിൽ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആമേ കർത്താവ് പറയുന്നതെല്ലാം മുന്നറിയിപ്പുകളുള്ള ഒരു അധ്യായമാണ്. ഈ ചിന്തകളുമായി അതിൽ ചില ഭാഗങ്ങൾ ഞാൻ ഇന്ന് രാത്രി ആമേ കണക്ട് ചെയ്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കും പ്രിയപ്പെട്ടവരെ, പ്രധാനമായിട്ട് നാം 3 മുന്നറിയിപ്പുകളാണ് ആ അധ്യായത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 5-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും 33-ാം വാക്യത്തിലും മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട തിരുവിടത്തിലെ 3 മുന്നറിയിപ്പുകൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. 5-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ ആമേ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവേൻ. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവേൻ. 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ലോകമതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക്, ലോകമതിന്റെ ആമേ വിനാശകരമായ അവസാനത്തെ പോയിന്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാലത്തിൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കുക. വേദപുസ്തകം എന്ന് പറയുന്നത് ഇത് വാഗ്ദത്തങ്ങളുടെ പുസ്തകമാണ്. വേദപുസ്തകം അനുഗ്രഹത്തിന്റെ പുസ്തകമാണ്. വേദപുസ്തകം നന്മ പ്രഘോഷിക്കുന്ന പുസ്തകമാണ്. ഇത് സുവിശേഷത്തിന്റെ ധ്വനിയാണ്. ഇത് മാനവകുലത്തിന്റെ രക്ഷയുടെ വഴികാട്ടിയാണ്. ഇത് യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ പുത്രനായ ആമേ തന്റെ ആമേ പുത്രനായ ക്രിസ്തുവിൽ കൂടി നിത്യജീവൻ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ്. അപ്പോൾ തന്നെ ഈ പുസ്തകം നമ്മൾ പരിശോധിച്ചാൽ ഇത് മുന്നറിയിപ്പുകളുടെ പുസ്തകമാണ്. എവിടെ മുന്നറിയിപ്പ്, ആര് എവിടെ തെറ്റിക്കുന്നുവോ അവിടെ അപകടം ഉണ്ടാകുവാനിടയായിത്തീരും. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡിലൊക്കെ മുന്നറിയിപ്പിന്റെ സിഗ്നലുകളുണ്ട്. ഈ മുന്നറിയിപ്പിന്റെ ആ സിഗ്നൽ തെറ്റിച്ച് ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അപകടത്തിൽ ചെന്ന് വിടുവാനിടയായിത്തീരും. നമ്മൾ പ്രധാനമായിട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യുന്നവരാണ്. പിള്ളേർക്ക് എല്ലാവർക്കും ടൂർ പോകാൻ ഇഷ്ടമാണ്. പിള്ളേരെക്കാളും ഇഷ്ടം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ടൂർ പോകാൻ ഇഷ്ടമാണ്. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, നെയ്യാർ ഡാം വിസിറ്റ് ചെയ്തിട്ടുള്ളവർ മാത്രം കൈ ഒന്ന് ഉയർത്തിയാട്ടെ. അമ്മീ സ്വത്ര ആന്റിയൊക്കെ ഉണ്ട്. നെയ്യാർ ഡാം വിസിറ്റ് ചെയ്തിട്ടുള്ളവർ ശരിക്കും കൈ ഉയർത്തിയാട്ടെ. പാസ്റ്റർമാരെല്ലാവരും പോയിട്ടുണ്ടല്ലോ. നെയ്യാർ ഡാമിൽ പോകുമ്പോൾ തിരുവനന്തപുരം സെൻട്രൽ പാസ്റ്ററോടാണ് ചോദ്യം. യൂത്ത് മീറ്റിംഗ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദ്യമൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് സ്ഥലത്തിൽ ഹിന്ദി, ഇംഗ്ലീഷ്, മറാഠി, കന്നഡ, തമിഴ്, മലയാളം ഭാഷകളിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ എന്നാ എഴുതിയിരിക്കുന്നതെന്ന് ജോയ് പാസ്റ്റർക്ക് അറിയാമോ? എന്നാ എഴുതിയിരിക്കുന്നത്? നല്ല ചൂട് കപ്പലണ്ടി കിട്ടും, അങ്ങനെയാണോ? ഇല്ല. ജലാശയത്തിന്റെ പ്രധാനമായും നെയ്യാർ ഡാം എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. ആ വെള്ളത്തിന്റെ സൈഡിലൊക്കെ പല ഭാഷയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നാ വെച്ചിട്ടുള്ളത്?
ചീങ്കണ്ണിയുണ്ട്, സൂക്ഷിക്കുക. മുതലയുണ്ട്, സൂക്ഷിക്കുക. പല ഭാഷയിലാണ് ആ ലെറ്റർ ഇങ്ങനെ, ആ മുന്നറിയിപ്പ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ആരെങ്കിലും അത് ലംഘിച്ച് ആ വെള്ളത്തിൽ ഇറങ്ങി ചാടി മുതല പിടിച്ച് അവരുടെ കയ്യോ കാലോ തലയോ ഒക്കെ പിടിച്ച് ഒരുപക്ഷെ അവരുടെ ജീവൻ തന്നെ അപകടത്തിലായാൽ ആ ഗവൺമെന്റ് ടൂറിസം വകുപ്പെന്തല്ല ഉത്തരവാദിത്തം ഏറ്റെടുക്കത്തില്ല. മുന്നറിയിപ്പിനെ അവഗണിച്ച് അപകടത്തിൽ പെട്ടുകഴിഞ്ഞാൽ അവർക്ക് യാതൊരു വിധമായ ഇൻഷുറൻസും ക്ലെയിം ചെയ്ത് അവർക്ക് സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോൾ അപകടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, സ്തോത്രം, ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളേ. വിശുദ്ധ തിരുവെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി തെറ്റിപ്പോകുന്നത്? മത്തായി സുവിശേഷം 22-ാം അധ്യായം 29-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, തിരുവെഴുത്തിനെയോ ദൈവശക്തിയെയോ നിങ്ങൾ തിരിച്ചറിയായികയാ തെറ്റിപ്പോകുന്നു എന്ന്. ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗത്തിൽ കർത്താവിന്റെ ശക്തി അനുഭവിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ നിറവ് അനുഭവിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ് ഇന്ന് രാത്രി എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അവരിന്ന് രാത്രി പറഞ്ഞാട്ടെ, എന്റെ ദൈവത്തിന്റെ വചനം എനിക്ക് മുന്നറിയിപ്പ് തരുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുമ്പോൾ, യേശുവിന്റെ രക്തത്തിന്റെ മുദ്രയോ സംരക്ഷണവും എന്റെ ജീവിതത്തിൽ ഉള്ളപ്പോൾ എന്നെ തന്നെ സൂക്ഷിക്കുക, എന്റെ ജീവിതത്തെ സൂക്ഷിക്കുക. എന്റെ നിത്യത ലക്ഷ്യമാക്കാതെ ഈ ലോകത്തിലെ മാലിന്യങ്ങൾ എന്നെ പിടിച്ചിടുവാൻ നോക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ആധിപത്യങ്ങളുടെ മേലോ യേശുവേ എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കണമേ എന്ന് ഹൃദയം തുറന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് എടുത്തുചാട്ടങ്ങളുടെയും താൽക്കാലികമായ സുഖഭോഗ ഇഷ്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റിന്റെയും മാതൃഭൂമിയുടെയും പല പത്ര അച്ചടി ദൃശ്യ മാധ്യമങ്ങളിലെല്ലാം വളരെ പ്രാധാന്യത്തോടെ വന്ന ഒരു വാർത്തയുണ്ട്. വാസ്തവത്തിൽ ആ ന്യൂസ് വായിച്ചിട്ട് ഞാനും ഞെട്ടിപ്പോകുവാനിടയെത്തുന്നു. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് ഷംന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇന്ത്യൻ പ്രസിഡന്റ് അവളുടെ ദയാഹർജി തള്ളിക്കളഞ്ഞിട്ട് അവളെ തൂക്കുകയറിന് വേണ്ടി വിധിച്ചിരിക്കുകയാണ്. ഇവിടെ ഇരട്ട കൊലപാതകങ്ങളും മയക്കുമരുന്ന് കേസുകളും തീവ്രവാദങ്ങളും ഒക്കെ ചെയ്യുന്ന പലരെയും സ്തോത്രം ജയിലിലടയ്ക്കാറുണ്ട്. അവരെ വധശിക്ഷയ്ക്ക് വേണ്ടി ഇവിടുത്തെ നിയമസംഹിതകളൊക്കെ ഏർപ്പാടുകൾ ആക്കാറുണ്ട്. പക്ഷേ സ്ത്രീകളെ സ്വതന്ത്ര ഭാരതം ഉണ്ടായതിനു ശേഷം അങ്ങനെ തൂക്കിക്കൊന്ന ചരിത്രം അപൂർവമാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ ഷംന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇംഗ്ലീഷിലും ബയോളജിയിലും MA എടുത്ത് അതിനുശേഷം പല കോഴ്സുകൾ പഠിച്ച ഒരു ചെറുപ്പക്കാരി. ആ പ്രിയപ്പെട്ട സഹോദരി ഉന്നത വിദ്യാഭ്യാസം, സാമ്പത്തികമായ നല്ല ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്ന ഈ ചെറുപ്പക്കാരി അവളേക്കാൾ 10-15 വയസ്സ് പ്രായത്തിന് കൂടുതലുള്ള അലി എന്ന് പറയുന്ന അയൽവക്കക്കാരനായ രണ്ടു കൂടുതൽ ചേർച്ചയുണ്ടാവാക്ക അലി എന്ന് പറയുന്ന അയൽവക്കക്കാരനുമായിട്ട് ഒരു ശരിയല്ലാത്തൊരു വഴിവെട്ട ബന്ധമുണ്ടായിട്ട് രണ്ടുപേരും കൂടി കല്യാണം കഴിച്ച് തീരുമാനിച്ചു. വീട്ടിൽ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ ഇത്രയും ഉയർന്ന വിദ്യാഭ്യാസമുള്ള കുടുംബപരമായി നല്ല ഉയർന്ന പശ്ചാത്തലമുള്ള ഈ പെൺകുട്ടിയുടെ കല്യാണത്തിന് അപ്പനും അമ്മയും സഹോദരങ്ങളും എതിർ നിൽക്കുവാനിടയെത്തുന്നു. ഷംന എന്ന് പറഞ്ഞ MA ഉള്ള ഈ പെൺകുട്ടി ചെയ്ത കാര്യം എന്താണെന്ന് നിങ്ങൾ ഇന്നലത്തെ പത്രം സെർച്ച് ചെയ്യൂ, ഇന്നലത്തെ മീഡിയ ന്യൂസുകൾ നിങ്ങൾ നോക്കൂ. എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? സ്തോത്രം, ഇവൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഇവളുടെ കാമുകനായിരിക്കുന്ന അലി എന്ന ചെറുപ്പക്കാരനുമായിട്ട് ചേർന്നിട്ട് ഉയർന്ന മൂല്യമുള്ള വീര്യമുള്ള മയക്കുമരുന്ന് സംഘടിപ്പിച്ചിട്ട് ഒരു ദിവസം വൈകുന്നേരത്തെ അത്താഴത്തിന് സ്വന്തം അപ്പനും സ്വന്തം അമ്മയ്ക്കോ അനുജത്തിക്കോ ചേട്ടനും ചേട്ടന്റെ ഭാര്യയ്ക്കോ ഇവർക്കെല്ലാവർക്കും കൂടി അത്താഴം അടുക്കളയിൽ വിളമ്പി പാത്രത്തിൽ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കിയ കൂട്ടത്തിൽ ഈ മയക്കുമരുന്ന് കലർത്തി കൊടുക്കുവാൻ തുറന്നു. ഭക്ഷണം കഴിച്ചു. ചില മിനിറ്റുകൾക്കകം തന്നെ ഈ വീട്ടില് എല്ലാ വ്യക്തികളോ 9 പേരുണ്ടായിരുന്നു. 9 പേരും മയക്കത്തിലേക്ക് ഗാഢമായ നിദ്രയിലേക്ക് പോകുവാനിടയെത്തുന്നു. പ്രിയപ്പെട്ടവരെ, മനസാക്ഷിക്കൊട്ടും ഭംഗവും ഉളുപ്പും ഒരുവിധമായ വൈഷമ്യവും കാണിക്കാതെ ഈ ചെറുപ്പക്കാരി ചെയ്ത കാര്യം കേൾക്കണമോ? അവളുടെ കാമുകനായ അലി എന്ന ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് മൂർച്ചയുള്ള കോടാലി കൊണ്ട് സ്തോത്രം ഇവൾ നോക്കി നിൽക്കുമ്പോൾ ഇവളെ ജനിപ്പിച്ച അപ്പന്റെ കഴുത്തിന് വെട്ടിമാറ്റി. സ്തോത്രം, അമ്മയെ ഇവൾ പിടിച്ചു വെച്ചു
കൊടുത്തു. കോടാലി കൊണ്ട് ഈ അമ്മയുടെ കഴുത്തിനെ വെട്ടി ശരീരഭാഗത്തെ 6 കഷണങ്ങളായിട്ട് മുറിച്ചു മാറ്റി. കൊന്തം കൂടപ്പിറപ്പായ ചേട്ട സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കോടാലി കൊണ്ട് വെട്ടിമുറിച്ചു. ആ വീട്ടിലെ 7 പേരെ അമ്മയെ നിഷ്ഠൂരമായിട്ട് കൊലപാതകം ചെയ്യുന്നതിന് ഈ സഹോദരി, ഈ പെൺകുട്ടി, ഈ ആമെ കാമഭ്രാന്ത് പിടിച്ച ജീവിതത്തിന്റെ താൽക്കാലികമായ ഇച്ഛയ്ക്കും ഇഷ്ടത്തിനും വേണ്ടി, സുഖത്തിനു വേണ്ടി താല്പര്യപ്പെട്ട ഇവൾ ആമെ സ്വത്രം 7 പേരെ കൊല്ലുന്നത്, ആമെ ചുടുചോര തളം കെട്ടി ഒഴുകുന്നത് കണ്ടിട്ട് അറപ്പും വെറുപ്പുമില്ലാതെ ഈ പെൺകുട്ടി ഇത് കണ്ടു നിൽക്കുവാനിടയെ തുറന്നു. അവസാനത്തെ ചിത്രം എന്റെ ഹൃദയത്തെ ഉള്ളിനെ വല്ലാതെ ഒന്ന് പിടിച്ചുലയ്ക്കുവാനിടയെ തുറന്നു. പല ന്യൂസിൽ എഴുതിയിട്ടുണ്ട്. ഇവളുടെ ചേട്ടന്റെ ആമേ സ്തോത്രം, ചേട്ടന് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവരൊരുപാട് അവരുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കർമ്മ ആചാരങ്ങളും അവരുടെ ആമേ ഒരുപാട് പ്രാർത്ഥനകളും നടത്തി അവസാനം ദീർഘവർഷങ്ങൾക്ക് ശേഷം ഒരു ആൺകുട്ടിയെ കിട്ടി. ആ ആൺകുട്ടിക്ക് വെറും 10 മാസം പ്രായം. ഈ 10 മാസം പ്രായമുള്ള ഈ കുട്ടി ആമേ സ്തോത്രം ഉറങ്ങി തൊട്ടിൽ കിടക്കുകയാണ്. ആമേ അവസാനം ഈ കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടി ഏർപ്പാട് കൊടുത്ത, കൊട്ടേഷൻ കൊടുത്ത ഈ കാമുകനായ അലി എന്ന ചെറുപ്പക്കാരന് ഈ 10 മാസം പ്രായമുള്ള ഓമനത്വമുള്ള ഈ ആൺകുട്ടിയെ വെട്ടാൻ അവന്റെ കയ്യിൽ കോടാലി എടുത്തിട്ട് അവന്റെ കൈ വിറച്ചു. അവന് കോടാലി കൊണ്ട് ആ കൊച്ചിനെ വെട്ടിക്കൊല്ലാൻ തോന്നിയില്ല. ഈ സഹോദരി ചെയ്ത കാര്യം എന്താണെന്ന് കേൾക്കണമോ? അവരുടെ കടുത്ത് കിടന്ന് ഷോൾ എടുത്ത് വായിലും മൂക്കിലും കൂടി ചേർത്ത് വരിഞ്ഞു കെട്ടിയിട്ട് ഈ കൊച്ചിനെ ശ്വാസം മുട്ടിച്ച് അമ്മേ സ്തോത്രം ഒരു കരുണയുമില്ലാതെ കൊന്നുകളയുവാനിടയെ തുറന്നു. ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം? ഇവിടെ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനങ്ങളും മാനങ്ങളും ഉണ്ടായിട്ട് എന്താ കാര്യം? മനുഷ്യൻ തന്നെ തന്നെ മൃഗതുല്യമായി അതപ്പതിച്ചിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. അതിന്റെ നടുവിൽ ഇന്ന് രാത്രി നമ്മളെ തന്നെ സൂക്ഷിക്കുക. അന്ന് ദൈവ സ്നേഹത്തിലേക്ക് നമ്മളെ നയിക്കുക, ദൈവ കൃപയിലേക്ക് നമ്മളെ കൊണ്ടുവരുക, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കിലേക്ക് നമ്മളെ നയിച്ച് വിശുദ്ധ ബൈബിൾ ഉയർത്തിപ്പിടിക്കുക. ഇന്ന് രാത്രി ഇന്റർനാഷണൽ സയൻസ് അസംബ്ലിയിലെ ചെറുപ്പക്കാർക്ക് കിട്ടിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ അറിഞ്ഞ ലോകത്തിന്റെ വെളിച്ചമായ പുനരുത്ഥാനവും ജീവനുമായ രക്ഷകനായ യേശുക്രിസ്തു എന്ന വെളിച്ചത്തെ ഇന്ന് രാത്രി ചെറുകിടങ്ങോട് ഉയർത്തിപ്പിടിക്കുവാൻ കാണിച്ച തന്റെ ഇടത്തിനായി ഞാൻ ഇന്ന് രാത്രി ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. എന്താണ് നമ്മുടെ ദൗത്യം? ഈ കാലഘട്ടത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ വെളിച്ചമായി പ്രകാശിക്കുക. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരെ, അതിനുവേണ്ടി ചെങ്കൂറ്റമുള്ളവരെ ഓർത്ത് ഈ രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. സ്തോത്രം. അമ്മ മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഒറ്റ നാമം ഇന്ന് രാത്രി അമ്മേ സ്തോത്ര പിശാചിനെയോ മറ്റൊന്നിനെയും പേടിയില്ലാത്തവർ കരമുയർത്തി പറഞ്ഞാട്ട് എന്റെ യേശു എന്ന വെളിച്ചമല്ലാതെ, യേശു എന്ന നാമമല്ലാതെ ഇന്ന് രാത്രി ഉയർത്തിപ്പിടിക്കുവാൻ പറയുവാൻ മറ്റൊരു നാമമില്ല. അതോർത്ത് ഇന്ന് രാത്രി എന്റെ ദൈവത്തെ ഞാൻ വാഴ്ത്തുകയാണ്. എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? ദൈവം നമ്മളെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? ആസക്തികളുടെ ഇരുട്ടിൽ നിന്നും നാം വെളിച്ചത്തിലേക്ക് നടക്കുക, വെളിച്ചത്തിലായിരിക്കുക. ആസക്തികളുടെ ഇരുട്ട് ലോകത്തെ വല്ലാതെ പിടിമുറുക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദി ഡാർക്ക്നെസ് ഓഫ് അഡിഷൻസ്. ആധുനിക ലോകം നമ്മുടെ യുവത്വത്തിന്റെ മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ കെണിയാണ് ലഹരി. ആമേ, നമ്മുടെ യുവാക്കളെ, യുവതികളെ ആൺ പെൺ വ്യത്യാസമില്ലാതെ തകർത്തു തരിപ്പണമാക്കുന്ന, ജീവിതത്തിന്റെ ലക്ഷ്യത്തെ തച്ചുടച്ചു കളയുന്ന, മാതാപിതാക്കളെ തീരാ കണ്ണുനീരിലേക്ക് കൊണ്ടുപോകുന്ന, സമൂഹത്തിൽ തിന്മയുടെ ഏറ്റവും വലിയ പ്രഭവമായി നിലനിൽക്കുന്നതാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. പ്രിയപ്പെട്ടവരെ, ആമേ സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കുന്ന സ്കൂളുകളിലും കലാലയങ്ങളിലും ഒരു വലിയ മാഫിയ തന്നെ ഇന്ന് പ്രവർത്തിക്കുന്നു എന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. ജസ്റ്റ് ട്രൈ വൺസ്, ആമേ, ഒന്ന് നീ പരീക്ഷിച്ചു നോക്കുക എന്ന വാഗ്ദാനവുമായിട്ടാണ് നമ്മുടെ തലമുറകളെ മയക്കുമരുന്നിന്റെ ഏജന്റുമാരും മാഫിയമാരും അവരെ പുറകെ പൊക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. എന്നാൽ ഇന്ന് രാത്രി വിശുദ്ധ ബൈബിൾ പറയുന്നു, 1 കൊരിന്ത്യർ 6:9, നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ആമേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലഹരി മാത്രമല്ല, പോണോഗ്രാഫിയോ ആമേ ഗെയിമുകളും സോഷ്യൽ മീഡിയയുടെ റീലുകളും കൊണ്ട് ആമേ വല്ലാത്ത നിലവാരത്തിൽ വരിഞ്ഞു മുറുക്കി ആമേ പലവിധമായ അഡിക്ഷനുകൾ നമ്മുടെ തലമുറയെ ബന്ധിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഈ പ്രസംഗം നിങ്ങൾക്ക് എത്ര പേർക്ക് ഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ചില അമ്മമാരുടെ കണ്ണുകൾ ഈ രാത്രി നിറഞ്ഞിരിപ്പുണ്ട്. ചില
അപ്പന്മാരുടെ ഹൃദയങ്ങൾ തേങ്ങുന്നുണ്ട്. വെളിയിൽ ആരോടും പറയുന്നില്ല. ചർച്ചിലെ അച്ഛൻ അറിയത്തില്ല, അമ്മ പാസ്റ്റർക്ക് അറിയത്തില്ല, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവർക്ക് അറിയത്തില്ല, അയൽക്കൂട്ടക്കാർക്ക് അറിയത്തില്ല, പഞ്ചായത്ത് മെമ്പറിന് അറിയത്തില്ല, നാട്ടുകാർക്ക് അറിയത്തില്ല. പക്ഷെ നിന്റെ വീട്ടിനകത്ത് പല അഡിക്ഷനുകൾ വല്ലാത്ത നിലവാരത്തിൽ അനവധി തലമുറകളെ, കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി അഭിഷേകത്തോടെ ഞാൻ പറയുന്ന ഒരു യുദ്ധ പ്രഖ്യാപനം പോലെ ആ കരമൊന്ന് ചേർത്തടിച്ച് പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി നമ്മുടെ ഉത്തരവാദിത്വം ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തു നമ്മെ തെരഞ്ഞെടുത്തിരിക്കുമ്പോൾ എല്ലാ അഡിക്ഷനുകളും ഈ രാത്രി യുവജന കൺവെൻഷനിൽ ഞങ്ങൾ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതിൽ നിന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും ഈ രാത്രി മോചനമുണ്ടാകട്ടെ. സകല അഡിക്ഷനുകളിൽ നിന്നും ഇന്ന് രാത്രി ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന രാത്രിയാകട്ടെ. സ്തോത്രം. പൊട്ടിക്കാവളയിൽ നമ്മുടെ ഇന്റർനാഷണൽ സയൻസ് അസംബ്ലിയുടെ ചുണക്കുട്ടികളായ യുവജനങ്ങൾ നടത്തിയ സുവിശേഷ യോഗത്തിൽ അന്നത്തെ യുവജന കൺവെൻഷനെ ഞാൻ പറയുവാനിടയായി തീർന്നു. എന്താണ് നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ കിളിയൂരിൽ വെള്ളറടയിൽ എല്ലാ പ്രതീക്ഷകളോടുകൂടി പഠനത്തിന് വേണ്ടി അയച്ച, ക്രൈസ്തവ പാരമ്പര്യമുള്ള, സൺഡേ സ്കൂൾ പഠിച്ച, ചർച്ചുമായിട്ട് ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരൻ ചൈനയിൽ പോയി MBBS പഠനം നടത്തുവാൻ പോയതാണ്. അതിനുശേഷം കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായ കൊച്ചിയിൽ പോയി അവൻ എഡിറ്റിങ്ങും ആർട്ടിങ്ങും ഒക്കെ പഠിക്കുവാൻ പോയ ചെറുപ്പക്കാരനാണ്. എന്നാൽ പഠനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പൈശാചിക ആധിപത്യങ്ങളും മന്ത്രവാദ ചിന്തകളും ബ്ലാക്ക് മാജിക്കിന്റെ ചിന്തകളും ഈ ചെറുപ്പക്കാരനെ വേട്ടയാടി. ഇവൻ എന്നാ ചെയ്തു? അപ്പനോട് സംസാരിക്കുന്നത് കുറച്ചു, അമ്മയോട് സംസാരിക്കുന്നത് കുറച്ചു, വീട്ടിലെ ഭക്ഷണമില്ല, ഇഷ്ടമില്ലാതായി, ബന്ധുക്കട വീട്ടിൽ പോകുന്നതിന് മടിയായി, മറ്റുള്ളവരോട് ഏറ്റവും അടുത്ത് ഇടപെടേണ്ട വ്യക്തികളോട് പോലും സംസാരിക്കാൻ ഇഷ്ടമില്ലാതെ വീട്ടിനകത്ത് കയറി നെടുവീർപ്പിട്ട് ഒറ്റയ്ക്കിരിക്കുക, മണിക്കൂറുകൾ ബാത്റൂമിനകത്തിരിക്കുക, മണിക്കൂറുകൾ ഒറ്റയ്ക്ക് വീടിന്റെ മുറി പൂട്ടി ഒറ്റയ്ക്കിരിക്കുക. ഇങ്ങനെ പൈശാചിക ആധിപത്യം ഘട്ടം ഘട്ടമായിട്ട് ഈ ചെറുപ്പക്കാരനെ സ്തോത്രം വലച്ചൊതുക്കി അവന്റെ പിടിക്കുള്ളിലാക്കുവാനിടയായി. ഒരു ദിവസം അവന്റെ അകത്ത് വ്യാപരിച്ച ഇരുട്ടിന്റെ ആധിപത്യങ്ങളുടെ ഉഗ്രശക്തി അവനോട് പറഞ്ഞു, നിന്റെ അപ്പനെ വെട്ടിക്കൊല്ലുക. ലോൺ എടുത്ത് ചൈനയിൽ പഠിക്കാൻ വിട്ട, കൊച്ചിയിൽ പഠിക്കാൻ വിട്ട അപ്പൻ വെള്ളറടയിൽ നടത്തുന്ന ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ ആഹാരം കഴിക്കാൻ വന്നിട്ട് ഉച്ചയാഹാരം കഴിച്ച് വീട്ടിന്റെ ആ സെറ്റിയിൽ ഒരു ഉച്ചമയക്കത്തിൽ തളർന്നു ഉറങ്ങിക്കിടക്കുന്ന അപ്പനെ സ്തോത്രം ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് കറിക്ക് ഇറച്ചി മുറിക്കുന്ന, ചിക്കൻ അറുത്ത് മുറിക്കുന്ന നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് വന്നിട്ട് ഉറങ്ങിക്കിടന്ന അപ്പന്റെ കഴുത്തിനെ അറുത്തു മാറ്റി. ഇത് ആഫ്രിക്കയിൽ നടന്ന കാര്യമല്ല, ഇത് അമേരിക്കയിൽ നടന്ന കാര്യമല്ല, നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോകാൻ പറ്റുന്ന കിളിയൂർ നടന്ന കാര്യമാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത്, 82 വെട്ടുകൾ അപ്പന്റെ ശരീരത്തിൽ അതിനൂട്ടൂരമായിട്ട് അപ്പനെ കൊല്ലുക എന്ന നിഗൂഢ ലക്ഷ്യത്തോടെ ഈ ചെറുപ്പക്കാരൻ വെട്ടി സ്വന്തം അപ്പനെ കൊന്നിട്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ, മാധ്യമങ്ങൾ അവനെ നീ എന്തിനു നിന്നെ ജനിപ്പിച്ച അപ്പനെ കൊന്നെന്ന് ചോദിച്ചപ്പോ ഒരു ഭാവ വ്യത്യാസമില്ലാതെ കൈവിലങ്ങ് വെച്ച കരങ്ങൾ സ്തോത്രം അഭിമാനത്തോടെ അവനിങ്ങനെ ചുരുട്ടി ഉരുട്ടി പിടിച്ചിട്ട് അവൻ എനിക്ക് ചെയ്യാൻ തോന്നി, എനിക്കങ്ങനെ ചെയ്യാൻ തോന്നി. മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഈ ഒറ്റ വാക്ക്, എനിക്ക് എന്റെ അപ്പനെ കൊല്ലാൻ തോന്നി, ഞാനിത് ചെയ്തു എന്ന് പറയുവാനിടയായി. ഇതിന്റെ പിന്നിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ കുഴപ്പമല്ല, ഇവിടുത്തെ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ കുഴപ്പമല്ല, കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ കുഴപ്പമല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ ഞാൻ കുറ്റം പറയുന്നില്ല. എല്ലാവർക്കും എല്ലാവിധമായ സാമൂഹ്യ ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് പറയട്ടെ. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലോ, മുഖ്യമന്ത്രി തുടർന്നാലോ, പുതിയ മുഖ്യമന്ത്രി വന്നാലോ, ഇവിടെ റോഡും പാലവും ഉണ്ടായാലോ, ഇവിടെ സ്മാർട്ട് സിറ്റികൾ വന്നാലോ, ഇവിടെ എന്തെല്ലാം സംവിധാനങ്ങൾ വന്നാലോ, നമ്മുടെ ചെറുപ്പക്കാരെ ശരിയാക്കണമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ ബൈബിളിലെ മൂല്യങ്ങളിലേക്ക്, അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള മോചനം കാൽവറിയിൽ ചൊരിയപ്പെട്ട യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഉള്ള മോചനം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറകളെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. അഡിക്ഷനുകളുടെ ആസക്തികളിൽ നിന്ന് നമ്മുടെ തലമുറകൾ സ്വതന്ത്രമാകുവാൻ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. 10 വയസ്സ് കഴിഞ്ഞിട്ടല്ല, 18 വയസ്സായിട്ടല്ല ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ തെറ്റിലേക്ക് പോകുന്നത്. പാലുകൂടി മാറണ്ട, അതിനു മുമ്പേ അവർക്ക് കയ്യിൽ വേണ്ട ഒരു സാധനമാണ് എന്താണ്?
ലോകം മൊത്തം ഒറ്റ വിരലിൽ നിയന്ത്രിക്കുന്ന മൊബൈൽ ഫോണ്. നൂഡിൽസ് കഴിക്കണമെങ്കിൽ കാർട്ടൂൺ ഇട്ട് കൊടുക്കണം. അമ്മയ്ക്ക് അടുക്കളയിൽ പോയി ജോലി ചെയ്യണമെങ്കിൽ ഫോൺ ഓണാക്കി കൊടുത്തിട്ട് അവരെ ഒരു മൂലക്കെടുത്തുക. ഇന്ന് രാത്രി യുവജന കൺവെൻഷനകത്ത് പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് എന്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദൈവാത്മാവിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ആമേ, ഒരു നൂല് പോലെ തുടങ്ങിയിട്ട് പിന്നെ പൊട്ടിച്ചു മാറ്റാൻ പറ്റാത്ത ഇരുമ്പ് ചങ്ങല പോലെ ബന്ധിക്കപ്പെടുന്ന ഈ അഡിക്ഷൻ എന്ന് പറയുന്ന ഈ ആമേ സ്തോത്രം വ്യാപാരത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നിറവിൽ ഇത്രയും ദൈവദാസന്മാരുടെ ഇരിപ്പുണ്ട്, ഇത്രയും ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിപ്പുണ്ട്. ആ അന്ധകാര വ്യാപാരത്തെ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പൊട്ടാത്ത ഏത് ബന്ധനമാണ്, അവ ദൈവത്തിന്റെ വചനത്താൽ നീങ്ങിപ്പോകാത്ത ഏത് പോരാട്ടമാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ കൽപ്പിക്കുന്നു. ആമേ സ്തോത്രം. ഈ ക്രിസ്തുവിന്റെ വെളിച്ചമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ സകല അഡിക്ഷനുകളിൽ നിന്ന് പുറത്തു വരട്ടെ. അഡിക്ഷനുകൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയാതെ വരിക, സ്വതന്ത്രമായി ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ വരിക. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും +1 കയറിയിട്ടും +2 അവസാനത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും മുതിർന്നവർ, പാസ്റ്റർമാര്, നാട്ടുകാർ ചോദിക്കും, മോനെ നിന്റെ +2 പഠനം കഴിഞ്ഞിട്ട് നീ എന്നാ ചെയ്യാൻ പോകുന്നു? 90% പിള്ളേർ, ഞാൻ ലോകത്തിൽ ഒരുപാട് യാത്ര ചെയ്യുന്നയാളാണ്, ഇങ്ങനത്തെ ഒരു ശബ്ദമാണ്. പിന്നെ ചർച്ചിനകത്തുള്ള പ്രത്യേകിച്ച് പെന്തിക്കോസ് പിള്ളേരാണെങ്കിൽ അവരാണെങ്കിൽ എന്നാക്കത്തില്ല. പാസ്റ്റർമാരെയും സൺഡേ സ്കൂൾ ടീച്ചർമാരെയും പള്ളിക്കാരെയും പറ്റിക്കാൻ അവർ നല്ല ഒരു സംഭവം പഠിച്ചു വച്ചിട്ടുണ്ട്. ദൈവഹിതം പോലെ നടക്കട്ടെ. രാമ്യം പറഞ്ഞില്ല, എങ്ങനെ നടക്കട്ടെ? എല്ലാം കൂടി പാവപ്പെട്ട ദൈവത്തിന്റെ തലയിൽ കൊണ്ടൊക്കെ വെച്ച് കൊടുക്കുക. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാനൊരു പയ്യനോട് ചോദിച്ചു, മോനെ ഈ ദൈവഹിതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ? അതല്ലേ പാസ്റ്റങ്ങളിന്റെ ജോലി. എന്നെ കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് അങ്കിൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറ. ആമേ സ്തോത്ര. അതനുസരിച്ച് ഞാൻ അടുത്ത് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് പാൻപരാഗ വയ്ക്കുന്നതോ കഞ്ചാവ് ചുരുട്ടി വലിക്കുന്നതോ മദ്യപിക്കുന്നതോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതോ രാസലഹരി ഉപയോഗിക്കുന്നതോ മാത്രമുള്ള അഡിക്ഷനുകളല്ല. മാനസികമായി നമ്മുടെ തലമുറകളെ പൈശാചിക ശക്തികൾ പിടിച്ചൊതുക്കി കഴിഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി ഒരു തീരുമാനത്തിലെത്താൻ പറ്റാതെ ഉയരങ്ങളിലേക്ക് പറക്കേണ്ട ഒരു പക്ഷിയെ പിടിച്ച് വെള്ളത്തിനകത്ത് മുക്കിയിട്ട് ആ പക്ഷിയുടെ ചിറകിലെ തുവലുകൾ മുഴുവൻ നനഞ്ഞു കഴിയാ അതിന് പറക്കാൻ പറ്റത്തില്ല. ആ പക്ഷി ഇങ്ങനെ നടക്കുന്നത് പോലെ കുതിരുന്ന വല്ലാത്തൊരവസ്ഥയിലാകുന്നത് പോലെയാണ് നമ്മുടെ തലമുറ. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ദൈവകൃപയിൽ ഇന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഈ വചനം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട, നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട, ഈ ചുറ്റുവട്ടവുമായി ബന്ധപ്പെട്ട ഏതൊക്കെയോ മേഖലകളിൽ പിശാച് തലമുറകൾ ഉയരാതെ ലക്ഷ്യസ്ഥാനത്തെത്താതെ പഠിക്കാൻ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ദൈവത്തിങ്കലേക്ക് അടുക്കാതെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില തലമുറകളെ ആൺകുട്ടി പെൺകുട്ടി എന്ന വ്യത്യാസമില്ലാതെ പൈശാചിക ശക്തികൾ ഈ ദൂത് ഞാൻ പറയുമ്പോൾ അലറി വിളിക്കുന്ന ഒരു വെളിപ്പാട് എനിക്ക് കാണാൻ പറ്റുന്നു. ഇന്ന് രാത്രി തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വരുന്ന കാഴ്ച എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചില തലമുറകളെ ഇന്ന് രാത്രി കർത്താവ് ഈ രാത്രി സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക. എത്ര പേർ ഇന്ന് രാത്രി ഇത് വിശ്വസിക്കുന്നു? അവർ ഇന്ന് രാത്രി കരമടിച്ചെന്ന് പറഞ്ഞാട്ടെ. ഞങ്ങളുടെ തലമുറകളെ അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതുമായ അവരുടെ നന്മകളും വാഗ്ദത്തങ്ങളും അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതത്തെയും തടഞ്ഞിരിക്കുന്ന സകല മേഖലകളിലും ഇന്ന് രാത്രി ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകാൻ പോകുകയാണ്. ഒരഡിക്ഷനകത്തേക്ക് നമ്മുടെ തലമുറകൾ പോയി കഴിഞ്ഞാൽ അവർ സ്വന്തം ലോകത്തിൽ ചുരുങ്ങുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് സ്തോത്രം മാറി സഞ്ചരിക്കുക. ഇന്ന് രാത്രി സുവിശേഷ യോജന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി നിങ്ങൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുന്നു, യോസഫിന്റെ ദൈവം, ദാനിയേലിന്റെ ദൈവം, ശദ്രക്കിന്റെ മേശക്കിന്റെയോ അബേദ്ലഹോമിന്റെ ദൈവം, വിശുദ്ധ ബൈബിളിൽ പറയുന്ന നെഹമ്യാവിന്റെ ദൈവം, തീമോഥെയോസിന്റെ ദൈവം, ദാവീദിന്റെ ദൈവം, വേദപുസ്തകത്തിൽ ദൈവത്താൽ മാനിക്കപ്പെട്ട അനുഗ്രഹീതമായ സ്തോത്രം അഭിഷിക്തന്മാരുടെ ദൈവം ഇന്ന് രാത്രി നമ്മുടെ തലമുറകളെ തന്റെ അഭിഷേകത്തിന്റെ
ഭൂതപ്പെട്ട ഇന്ന് രാത്രി നിങ്ങൾക്ക് ഉപദേശിച്ച് ശരിയാക്കാൻ പറ്റാത്തത്, നമുക്ക് പറഞ്ഞ് ശരിയാക്കാൻ പറ്റാത്തത്, പ്രസംഗിച്ച് ശരിയാക്കാൻ പറ്റാത്തത്, ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപയാൽ ദൈവം ചില കുഞ്ഞുങ്ങളെ ഈ രാത്രി ഇരുട്ടിന്റെ ആധിപത്യങ്ങളിൽ നിന്ന്, ചില അഡിക്ഷനുകളിൽ നിന്ന് എന്റെ കർത്താവ് ഇന്ന് രാത്രി ബന്ധനങ്ങളെ പൊട്ടിച്ച് നമ്മുടെ തലമുറകളെ ഈ രാത്രി സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുക. വിശ്വാസത്തോടെ കരമടിച്ചൊന്ന് പ്രതികരിച്ചാണ്. സ്തോത്രം. ക്രിസ്തുവിന്റെ വെളിച്ചമായി നാം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുമ്പോൾ സകല അഡിക്ഷനുകളിൽ നിന്ന് മാറി വെളിച്ചത്തിലേക്കുള്ള യാത്രയിലേക്ക് വരണം. മൂന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മളെ കുറിച്ച് വെളിച്ചമായിരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നു, നിങ്ങൾ മാനസിക ആരോഗ്യം ഉള്ളവരായിരിക്കുക. ഒരാമയും പറഞ്ഞാട്ടെ. സ്തോത്രം. ഇന്ന് നമുക്ക് ന്യൂട്രീഷൻ ഫുഡ്സ് കിട്ടും. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുണ്ട്. ഏത് രോഗത്തിനും അതിൻ്റെതായ നിലയിൽ വകുപ്പുകൾ തിരിച്ച് സ്പെഷ്യൽ ഡോക്ടർമാരെ കണ്ട് ചികിത്സ തേടുവാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ മനുഷ്യന്റെ മനസ്സിനേറ്റിരിക്കുന്ന മുറിവുകളെ കെട്ടുവാൻ ഇവിടുത്തെ ഒരു സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. ഏറ്റവും കൂടുതൽ കൂട്ടുകാരുള്ള ഒരു കാലഘട്ടം, എന്നാൽ ഏറ്റവും കൂടുതൽ ഏകാന്തത മനുഷ്യൻ അനുഭവിക്കുന്ന കാലഘട്ടം. പലർക്കും പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ആമേസ്തോത്രം, എനിക്കാരുമില്ല, ഞാൻ ഒറ്റപ്പെട്ട വ്യക്തിയാണ്, ഞാൻ ആത്മഹത്യയുടെ ചിന്തയിലാണ്, ഞാൻ വിഷാദത്തിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ആമേസ്തോത്രം, ഇന്ന് നാളെ എൻ്റെ ജീവിതത്തെ മുഴുവൻ ആകമാനം പരിശോധിച്ച ഞാൻ ആകത്തുക എൻ്റെ ജീവിതത്തിന്റെ ഒരു പരാജയമല്ലാതെ എനിക്ക് മറ്റൊന്നും പറയുവാനില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പൻ അറിയാത്ത, അമ്മ അറിയാത്ത, ഭർത്താവ് അറിയാത്ത, ഭാര്യ അറിയാത്ത, നിങ്ങളുടെ രക്തബന്ധങ്ങൾ കൂടെ പറപ്പുള്ളവർ അറിയാത്ത മനസ്സിന്റെ തേങ്ങലുകളുമായിട്ട് ഇന്ന് രാത്രി യുവജന കൺവെൻഷൻ ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ യേശു ഇന്ന് രാത്രി പറയുകയാണ്, നിനക്കാരുമില്ല എന്ന് തോന്നൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഹൃദയം തകർന്നവർക്ക്, മനസ്സുകൾ തകരപ്പെട്ടവർക്ക്, ഈ ലോകത്തിൽ ആരെല്ലാം നിന്നെ വിട്ടിട്ട് പോയാലോ, ഏതെല്ലാം ബന്ധങ്ങൾ നിന്നെ ഉപേക്ഷിച്ചു പോയാലോ, എന്റെ യേശു ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഇരിക്കോ. ആരും നിന്നെ വിട്ടിട്ട് പോയാലോ യേശു നിന്നെ വിട്ടിട്ട് പോകത്തില്ല. അവൻ നിനക്ക് മനസ്സിന് ധൈര്യവും ഉറപ്പും തരുന്നവനായ ദൈവമാണ്. ആമേൻ, സ്തോത്രം. ഞാൻ ഈ ഭാഗം, ഈ മാനസിക ആരോഗ്യം, ഇന്നർ ഹീലിംഗ്, ആന്തരിക സൗഖ്യത്തെ കുറിച്ച് വേദപുസ്തകത്തിന്റെ വീക്ഷണത്തിൽ ഞാൻ ചിന്തിച്ചപ്പോൾ നമ്മൾ മാത്രമല്ല, വേദപുസ്തകത്തിൽ ശക്തന്മാരായി നിന്ന കഥാപാത്രങ്ങൾ പലരെയും ഞാൻ പരിശോധിച്ചപ്പോൾ അവരിൽ പലരും ഇതുപോലെ തകർച്ചകളിൽ പോയിട്ടുള്ളവരാണ്. ആകാശത്തിന്റെ അനന്തതകളെ കീറിമുറിച്ചുകൊണ്ട് ഒറ്റ പ്രാർത്ഥനയിൽ കർമ്മേൽ പർവ്വതത്തിൽ തീയിറക്കിയ ഏലിയാവ്, മരിച്ചവരെ ഉയർപ്പിച്ച ഏലിയാവ്, ഏലിയാവിന്റെ അത്ഭുതങ്ങൾ അബണ്ടന്റ്, സൂപ്പർ നാച്ചുറൽ എന്നൊക്കെ നമുക്ക് പറയത്തക്ക നിലവാരത്തിൽ എണ്ണമറ്റ അത്ഭുതങ്ങളുടെ പരമ്പരകൾ യഹോവയായ ദൈവത്തിന്റെ നാമത്തിൽ തന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിൽ ചെയ്ത ഏലിയ പ്രവാചകൻ. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഈ ഭാഗം ചിന്തിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാം ചെയ്തുവെങ്കിലോ ഏലിയാവിന്റെ ജീവിതത്തിൽ ഇതാ മരുഭൂമിയിൽ ആ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നിട്ട് എനിക്കിനി മതി കർത്താവേ, എനിക്കിനി ആരും വേണ്ട, എനിക്കിനി മുന്നോട്ട് പോകണ്ട, അവനിവിടെ മാനസികമായി തകർന്നു കിടക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. പക്ഷെ ദൈവമോടെ കൈവിട്ടില്ല. അവിടുത്തെ തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ദൂതനെ അവന് ഭക്ഷണമോ, അനേസത്ര രണ്ടാമത്തെ ഭാഗം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഭക്ഷണം മാത്രമല്ല, ഏലിയാവിന് ദൈവം രാത്രി നല്ല ഉറക്കവും കൊടുത്തു. അനേസത്ര ഏലിയാവ് ഉറക്കം കൊടുത്തു, അവന് ഭക്ഷണം കൊടുത്തു, അവന്റെ മനസ്സിന് ധൈര്യം കൊടുത്ത് അവനെ തട്ടി എഴുന്നേൽപ്പിക്കുവാനിടയെ തുറന്നു. ഇന്ന് രാത്രി കൃപ ലഭിച്ചവരെ, രക്ഷ ഏറ്റുപറഞ്ഞവരെ, സ്നാനപ്പെട്ടവരെ, ചർച്ചിലെ പാസ്റ്റർമാരെ, പെന്തിക്കോസ് അനുഭവം ഉള്ളവരെ, വിശ്വാസ ജീവിതത്തിന്റെ പാരമ്പര്യം പറയാവുന്നവരെ, അമേസ്തോത്രം, ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത ചില നെടുവീർപ്പുകൾ ആർക്കും കാണാൻ പറ്റുന്നില്ല. ഏകാന്തത നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ. പക്ഷെ ഇന്ന് രാത്രി യുവജന കൺവെൻഷനകത്ത് ഏലിയാവിന് വേണ്ടി ഇറങ്ങിയ ദൈവത്തിന്റെ ദൂതൻ ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി വരുവാൻ പോകുകയാണ്. അയ്യോ, ഇന്ന് രാത്രി ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ തിരിച്ചെന്റെ വീട്ടിൽ പോയി ആ ഭക്ഷണമേശയുടെ മുമ്പിൽ ഇരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ, ഞാൻ ഈ രാത്രി ഉറങ്ങേണ്ട ബെഡ്റൂമിനകത്ത് കയറിപ്പോകേണ്ട കാര്യം ഓർക്കുമ്പോൾ, എന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് ഓർക്കുമ്പോൾ, ഞാൻ പ്രസവിച്ചു വളർത്തിയ എന്റെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ, എന്റെ ദൈവമേ,
വല്ലാത്ത ചില തകർച്ചകളും നെടുവീർപ്പുകളും മാത്രമാണ് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ആകമാനം ലാഭമെന്ന് തോന്നത്തക്ക നിലവാരത്തിൽ പ്രൊജക്ട് ചെയ്തു നിൽക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി ചകടങ്കോട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് രാത്രി ഇതൊരു പെന്തിക്കോസുകാരുടെ യോഗമാണ്, ഇതിവിടുത്തെ ചെറുപ്പക്കാർ നടത്തുന്ന യോഗമാണ്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ വീട്ടിനകത്തോ ടെറസിന്റെ മുകളിലോ എവിടെയെങ്കിലും ഒരു ശബ്ദം നേരിയ നിലവാരത്തിൽ കേൾക്കുകയാണെങ്കിൽ നിന്റെ വീട്ടിലെ തകർച്ച അറിയുന്ന യേശു ഇന്ന് രാത്രി നിന്റെ അടുക്കൽ വരികയാണ്. കർത്താവ് പറയാണ്, എവിടെയാണ് നീ തകരപ്പെട്ടത്? എവിടെയാണ് നിന്റെ ജീവിതം ലക്ഷ്യമില്ലാതിരിക്കുന്നത്? ആരെ ഓർത്താണ് നീ നിലവിളിക്കുന്നത്? ഇന്ന് രാത്രി സമ്പൂർണ്ണ പരിഹാരകനായ യേശു ഇന്ന് രാത്രി നമ്മുടെ അടുക്കലേക്ക് വരികയാണ്. ഈ വേദപുസ്തകം നിങ്ങൾ പരിശോധിക്കൂ. ഒരുപാട് പാട്ടുകൾക്ക് ഋതമുണ്ടാക്കി, താളമുണ്ടാക്കി, മനോഹര പാട്ടുകൾ പാടിയ വേദപുസ്തകത്തില് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരൻ എന്ന് പറയാവുന്ന വ്യക്തിയാണ് ദാവീദ്. സിംഹത്തെ വലിച്ചു കീറി, കരടി അടിച്ചു കൊന്നു, ഒറ്റ കല്ലുകൊണ്ട് തന്റെ മുമ്പിൽ വന്ന ഗോലിയാത്തിനെ കവണയ്ക്കകത്ത് വെച്ച് എറിഞ്ഞിട്ടോ. പക്ഷെ ദാവീദിന്റെ ജീവിതത്തിന്റെ യാത്ര എന്നും സുഖകരമല്ലായിരുന്നു, എന്നും ആനന്ദകരമല്ലായിരുന്നു. ദാവീദ് പറഞ്ഞു, എന്റെ മനസ്സ് വിഷാദിച്ചിരിക്കുക, അയ്യോ എന്റെ ഹൃദയം തകർന്നിരിക്കുകയാ, ഞാൻ പുകയത്ത് വെച്ച തുരുത്തി പോലത്തെ മനുഷ്യനാ, ഞാൻ ഉടയപ്പെട്ട മനുഷ്യനാണ്. പക്ഷെ ദാവീദിന് ഇതൊക്കെയാണ് പ്രശ്നമെങ്കിലോ ഭക്തൻ പറയുന്നു, ഞാൻ അറിഞ്ഞൊരു സത്യമുണ്ട്, എന്റെ മേൽ പകരപ്പെട്ട ഒരു അഭിഷേകമുണ്ട്, അതെന്റെ കയ്യിലും എന്റെ കൂടെയോ എന്റെ ദൈവം എന്റെ കൂടെ ഉള്ളിടത്തോളം കാലോ ഒരു സൈന്യം എനിക്കുന്നൊരു പാളയം പറയുകയാലോ, മതിലുകൾ എന്റെ മുമ്പിൽ വന്നാലോ അത് ചാടിക്കടക്കുക, പടക്കൂട്ടങ്ങൾക്ക് നേരെ പാഞ്ഞു തല്ലുക, കുരുണിന്റെ താഴ്വരകൾ വന്നാലോ ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടുത്തി. കാരണം എന്റെ രക്ഷകൻ, എന്റെ ഇടയനായ ദൈവം എനിക്കുണ്ട്. പച്ചയായ പുൽപ്പുറങ്ങളിൽ നിന്ന് നയിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, എന്തോർത്താണ് നിങ്ങൾ തകർന്നിരിക്കുന്നത്? ഏത് വിഷയമാണ് നിങ്ങളെ വിഷമപ്പെടുത്തുന്നത്? ഇന്ന് രാത്രി യേശു ശാശ്വത പരിഹാരമാണ്. അവന് കഴിയാത്തൊരു വിഷയവുമില്ല. നിന്റെ കുടുംബത്തിനകത്തെ രഹസ്യ തകർച്ചയാണോ? നിന്റെ സ്വപ്ന തുല്യമായി നീ ആരംഭിച്ച കുടുംബ ദൈവത്തിന്റെ തകർച്ചയാണോ? നീ പ്രതീക്ഷിച്ച വ്യക്തികൾ നിന്നെ ചതിച്ചതാണോ, തള്ളിക്കളഞ്ഞതാണോ? എവിടുന്ന് ബന്ധങ്ങൾ അകന്നു പോയതാണോ? എങ്കിലും എന്നോട് ഇങ്ങനെ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവമാണോ? ആമേൻ, സ്തോത്രം. ഞാൻ ഇന്ന് ഈ പ്രസംഗ പരമ്പര ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രൈസ്തവ ചരിത്രം ഞാനൊന്ന് വേഗത്തിൽ എന്റെ മനസ്സിലേക്ക് ഓടിപ്പരുവാനിടയായി. 1999 ഒഡീഷയിൽ കുഷ്ഠരോഗികളെ ചികിത്സിക്കുവാൻ പ്രത്യേകം നിയോഗം കിട്ടിവന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ എത്ര വട്ടം ആവർത്തിച്ച് പ്രസംഗിച്ചിട്ടുള്ള ബഹുമാന്യനായ, ഞാൻ ഏറ്റവും കൂടുതൽ ആദരവോടെ കാണുന്ന എന്റെ സെമിനാരി പഠന കാലഘട്ടം 1999 കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ അവിടെ നടക്കുന്ന കൺവെൻഷന്റെ ഇടയ്ക്ക് അന്ന് ഇത്രത്തോളം സോഷ്യൽ മീഡിയകൾ ആക്റ്റീവ് അല്ല, വാട്സപ്പും മെസ്സഞ്ചറും ട്വിറ്ററും ഒന്നുമില്ലാത്ത 1999 ടിവിയിൽ ഫ്ലാഷ് ന്യൂസ് വരികയാണ്. ഒഡീഷയിലെ ശക്തനായ മിഷണറി ഗ്രഹാം സെയിൽസും അദ്ദേഹത്തിന്റെ 2 പിഞ്ചുമക്കളായ ഫിലിപ്പിനെയും തീമത്തിയെയും സുവിശേഷത്തിന്റെ വിരോധികൾ ഒഡീഷയിൽ കുഷ്ഠരോഗികളുടെ ജീർണിച്ച രക്തവും ചളവ് വലിക്കുന്ന മുറിവ് വച്ച് കെട്ടിയിട്ട് ആ ഗ്രാമത്തിൽ നിന്ന്, ഒറീസയുടെ ഗ്രാമത്തിൽ നിന്ന് അവർ പറക്കുന്ന ഇടത്തേക്ക് വരുമ്പോൾ ഓടിച്ചു വന്ന ജീപ്പിന്റെ ലൈറ്റുകൾ പെട്ടെന്ന് കേട് സംഭവിച്ചു. കാട്ടിനകത്തുകൂടി വണ്ടി ഓടിക്കാൻ പറ്റാതെയായി. ഈ അപ്പന്റെ മാറോട് ചേർന്ന് പിടിച്ച് 11-8 വയസ്സ് പ്രായമുള്ള ഓമനത്തം തുളുമ്പുന്ന 2 കൊച്ചു പിള്ളേര് ഈ ജീപ്പിനകത്ത് കിടന്നുറങ്ങുകയാണ്. സുവിശേഷ വിരോധികൾ കരുതിക്കൂട്ടി വന്നിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന പെട്രോള് ഈ ജീപ്പിന്റെ മുകളിലേക്ക് ഒടിക്കുന്നു. നല്ല ഉറക്കത്തിൽ കിടക്കുന്ന ഗ്രഹാം സെയ്സിനെ 2 മക്കളെയും നിഷ്ഠൂരമായി പച്ച മാംസത്തിൽ തീ കൊടുത്ത് സുവിശേഷ വിരോധികൾ കത്തിച്ചു കൊന്നു. ശരീരത്തിൽ പൊള്ളലേറ്റു. ഈ അപ്പനായ ഗ്രഹാം സെയ്സ് തിമത്തിയെയും ഫിലിപ്പാസിനെയും പിടിച്ചുകൊണ്ട് ജീപ്പിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടുവാൻ നോക്കിയപ്പോൾ വിരളിപ്പുണ്ട സുവിശേഷത്തെ എതിർക്കുന്ന ഇവിടുത്തെ ചില വ്യക്തികൾ അവരുടെ കയ്യിൽ നിന്ന് തൃശൂലം കൊണ്ട് കുത്തി ഈ കുഞ്ഞുങ്ങളെ ജീപ്പിനകത്തേക്ക് വീണ്ടും ഉന്തി കുത്തിക്കയറ്റി. അവിടെ കടന്ന് യേശുവേ, ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ് ആ വാക്ക് മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ട് 2 കുഞ്ഞുങ്ങളും ഈ അപ്പനായ ഗ്രഹാം സെയ്സോ ആമെ കത്തി കത്തി എല്ലുകൾ പൊട്ടി അവസാനം ഒരു പിടിച്ചാരമായി ശേഷിച്ചു. അവരുടെ രക്തസാക്ഷിയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം.
പ്രിയപ്പെട്ടവരെ, എന്നാൽ അടുത്ത ഘട്ടം എന്നെ അത്ഭുതപ്പെടുത്തി. ഭർത്താവ് മരിച്ചു, മരിച്ചു കണ്ട് വളർത്തി കൊഞ്ചിച്ച് ലാളിച്ച് കൊതിരാത്ത രണ്ടാൺമക്കൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഗ്രഹാം സൈസിന്റെ ഭാര്യ ഗ്ലാഡി പറഞ്ഞു, എന്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്, എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്റെ ഭർത്താവും മക്കളും നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഗ്രഹാം സൈസിന്റെ ഭാര്യ വിശുദ്ധ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചു പറഞ്ഞു, എന്റെ ഹൃദയം ശൂന്യമാണ്, എന്റെ ഹൃദയം തകരപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ എന്റെ ഹൃദയത്തിന്റെ മുറിവ് കെട്ടുന്ന ഒരുവനുണ്ട് എന്റെ കൂടെ, അവന്റെ പേര് യേശു ക്രിസ്തുവാണ്. ലോകം തരാത്തൊരു സമാധാനം, സകല ബുദ്ധിയും കവിയുന്നൊരു ദൈവ സമാധാനം യേശു ക്രിസ്തുവിൽ കൂടി എന്റെ ഹൃദയത്തിലുണ്ട്. അടുത്ത വാക്ക് കേൾക്കണമോ? ഏറ്റവും നല്ല വക്കീലിനെ ഏർപ്പാട് ചെയ്ത് എന്റെ മക്കളെയും എന്റെ ഭർത്താവേയും കൊന്ന കൊലയാളികൾക്ക് കിട്ടാവുന്നതിൽ പരമാവധി ശിക്ഷ മേടിച്ച് തുറങ്കിലടക്കണമെന്നല്ല ആ സഹോദരി പറഞ്ഞത്. ആ പ്രിയപ്പെട്ടവൾ പറഞ്ഞത്, യേശുവിന്റെ സ്നേഹത്തിൽ എന്റെ ഭർത്താവിനെയും എന്റെ മക്കളെയും കൊന്നവരോട് നിരുപാധികം ഞാൻ ക്ഷമിക്കുകയാണ്. ആമേ സ്തോത്രം. ഞാൻ അവരോട് പൊറുക്കുകയാണ്. എന്റെ ഹൃദയത്തിന്റെ മുറിവ് കെട്ടുവാ എനിക്കൊരു ദൈവമുണ്ട്. ആ സ്നേഹം ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രകടമാക്കുന്നു എന്ന് ആ സഹോദരി പ്രഖ്യാപിക്കുവാനിടയായി. ആമേ, വഞ്ചനയുടെ, ചതിയുടെ, ഒറ്റപ്പെടലിന്റെ, അപമാനത്തിന്റെ പ്രിയപ്പെട്ടവരെ കൂടെ നിൽക്കുമെന്ന് കരുതിയവർ, ചേർന്ന് നിൽക്കുമെന്ന് കരുതിയവർ എവിടെയെങ്കിലും നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, താഴ്ത്തിക്കെട്ടിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ആ മുറിവുകളുടെ പുറത്ത് കാൽവറിയിലെ രക്തം ഇന്ന് രാത്രി ഓടിക്കുകയാണ്. ആമേ, വില കൊടുത്ത് വാങ്ങിക്കുവാൻ പറ്റാത്ത ദൈവാഭിഷേകത്തിന്റെ പുതപ്പ് ഇന്ന് രാത്രി നമ്മുടെ മേലെ ദൈവം വിടുവാൻ ആഗ്രഹിക്കുക. എത്ര പേർ ഇന്ന് രാത്രി ആ കരമൊന്നടിച്ച് ആമേ സ്തോത്രം സ്വീകരിക്കോ? ആമേ, നമ്മളെ വെളിച്ചമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സ് തരാം. ആമേ, എന്റെ ചിന്തകളെ ഞാൻ വേഗത്തിൽ ബിന്ദു കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നാലാമത്തെ ചിന്ത, ലോകത്തിന്റെ വെളിച്ചമായി കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ആധുനിക ലോകത്തിൽ ജയിക്കുവാൻ, മുന്നോട്ട് യാത്ര ചെയ്യുവാൻ പ്രാർത്ഥനയും ദൈവവചനവുമെന്ന പവർ ഹൗസിനകത്ത് നമ്മളാകുക. ഒരാമയും പറഞ്ഞില്ല. പ്രാർത്ഥനയും ദൈവവചനവുമെന്ന പവർ ഹൗസിനകത്ത് ഒരു വ്യക്തിയാണെങ്കിൽ ചുറ്റിലും ഏത് പ്രതികൂലങ്ങൾ വരട്ടെ, പ്രാർത്ഥിക്കുന്നവന്റെ ചുറ്റിൽ പെരുമ്പാമ്പുകൾ, ആമേ സിംഹങ്ങൾ, ഈ ലോകത്തിലെ സകല പൈശാചിക ശക്തികളോ ഒരുമിച്ചിറങ്ങി വരട്ടെ, വിഴുങ്ങാൻ വിട്ടുകൊടുക്കത്തില്ല. ആമേ, ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന പൗലോസേ, നിന്നെ ഒരുപക്ഷെ ഉഗ്രവിഷമുള്ള സർപ്പം നിന്റെ കയ്യിൽ കടിച്ചു തൂങ്ങിയാലോ ദൈവമറിയാതെ ഒരു തുള്ളി വിഷം നിന്റെ ശരീരത്തിലോട്ട് കയറത്തില്ല. ആമേ, പ്രാർത്ഥിക്കുന്നവന് അതിനെ കുടഞ്ഞു കളയുവാൻ കഴിയോ? പ്രാർത്ഥിക്കുന്നവനെതിരെ കടുകുമരം ഉണ്ടാകട്ടെ, അതിന്റെ നീളം 50 മുഴമാകട്ടെ, പ്രാർത്ഥിക്കുന്നവൻ അറിയാ ദൈവമറിയാതെ ഞാൻ അവിടെ തൂങ്ങത്തില്ല. പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെതിരെ രേഖ എഴുതട്ടെ, പക്ഷെ ദാനിയേലിനറിയാം സിംഹത്തിന്റെ വായടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന ശദ്രക്കനും മേശക്കനും അബേദ്നെഗോവിനും അറിയാം തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങി വരുന്ന ഞങ്ങളുടെ രക്ഷകനായ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ എന്നോട് ചേർന്ന് പറയുന്നു, ആമേ, ക്രിസ്തുവിന്റെ വെളിച്ചമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയും ദൈവവചനവും എന്ന പവർ ഹൗസിനകത്ത് നമ്മൾ ചേർന്നിരിക്കുവാൻ തയ്യാറാകുക. ഒരു വിളക്കിന് പ്രകാശിക്കുവാൻ എണ്ണയും തിരിയും വേണം. പ്രാർത്ഥന എന്ന എണ്ണയും വചനമാകുന്ന തിരിയുമുള്ളവരെ തോൽപ്പിക്കുവാൻ ആർക്കും പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ പൈശാചിക ശക്തികൾ മുട്ടുമടങ്ങും. പിശാചിന് പേടിയുള്ള ഒറ്റ കാര്യം വെള്ള ഉടുപ്പിട്ടവരെയല്ല, ഇവിടുത്തെ പെന്തിക്കോസുകാരെയല്ല, സ്നാനപ്പെട്ടവരെയല്ല, കമ്മലും മാലയും മാറ്റിയവരെയല്ല, അന്യഭാഷ പറയുന്നവരെയല്ല, പ്രാർത്ഥിക്കുന്നവനെയും ദൈവത്തിന്റെ വചനം ഉച്ചരിക്കുന്നവനെയും പൈശാചിക ശക്തികൾ പേടിയാണ്. പരീക്ഷകനവന്റെ ഉഗ്രകോപത്തോടെ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശുവിന്റെ ഉപവാസത്തിന്റെ അവസാന ഘട്ടത്തിൽ എല്ലാ പരീക്ഷകളിലും പിശാച് തോറ്റ് തുന്നം പാടിയത് തിരുവെടുത്തിന്റെ ശക്തിയാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഏത് കടുങ്കെട്ടുകളെയും ഏത് ബന്ധനങ്ങളെയും അടിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിനും പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ട്. ഞാൻ ഇന്ന് രാത്രി എന്റെ പ്രസംഗം ബിന്ദു കുറിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവസാനം ഞാൻ ഉപസംഹരിക്കുന്ന വാക്കുകളും ഇങ്ങനെയാണ്: ഈ ലോകത്തിൽ എന്ത് നേടിയിട്ടും നമ്മുടെ മക്കളെ നേടുവാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വട്ടപൂജ്യമാണ്. ഈ ലോകത്തിൽ നിങ്ങൾ എന്ത് വിശാലത വരുത്തിയാലോ നമ്മുടെ തലമുറകൾ കൈവിടപ്പെട്ടുപോയാൽ അയ്യോ അതുപോലെ അധമനായ ഒരു വ്യക്തി വേറെയില്ല. ഇന്ന് രാത്രി കടലിന്റെ തിരമാലകൾ
ഒന്നിനു പുറകെ ഒന്നായി എഴുന്നേറ്റ് തിരമാലകൾ ഭംഗി വരുന്നത് പോലെ ഇതിനകത്തിരിക്കുന്ന ഒരു അമ്മമാരുടെ നെടുവീർപ്പുകൾ പരിശുദ്ധാത്മാവിലേക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ മക്കളെ പറഞ്ഞ് ശരിയാക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങൾക്ക് യഥാസ്ഥാനപ്പെടുത്തുവാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഭർത്താവിനെ, ഭാര്യയെ നിങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാനുഷികമായി പലതും കൈവിട്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് രാത്രി മുട്ടിന്റെ നിൽക്കുവാൻ തയ്യാറാണോ? ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിന്റെ അത്ഭുതകരമേ രാത്രി ഇവിടെ ഇറങ്ങുകയാണ്. കർത്താവ് പറയുന്നു, ശബ്ദ തരംഗത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ ഇന്ന് രാത്രി കർത്താവ് നമ്മളെ സ്തോത്രം നമുക്ക് വേണ്ടി അയക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഇന്റർനാഷണൽ സയൻസ് അസംബ്ലിയിലെ യുവജനങ്ങളെ, ലോകത്തിന്റെ വെളിച്ചമായി കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ പറ്റിപ്പോകാത്ത തോട് പോലെ, ബലം നിന്നു പോകാത്ത തോട്ടം പോലെ ദൈവ രാജ്യത്തിന് വേണ്ടി ശോഭയുള്ളവരായി തീരട്ടെ. ഈ രാത്രി ശക്തമായ ഒരു ആരാധന അന്തരീക്ഷം അജേഷ് ബാബുവിനെ കൂടി ഞാൻ വെൽക്കം ചെയ്യുകയാണ്. സ്തോത്രം. നമ്മൾ ഒരുമിച്ച് എനിക്കും 2 മക്കളുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാം തലമുറകളുള്ള ഒരുപാട് പേരുണ്ട്. യെരിഹോവിന്റെ കോട്ട ഇന്ന് രാത്രി വീണതുപോലെ അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി, പൈശാചിക കോട്ടകൾ ഇന്ന് രാത്രി വീടുവാൻ പോകുകയാണ്. എല്ലാവരും ചേർന്ന് ആത്മനിറവിൽ ഇന്ന് രാത്രി അല്പം മിനിറ്റുകൾ നമ്മൾ ശക്തിയോടെ ദൈവത്തെ ഇന്ന് രാത്രി ആരാധിക്കാൻ പോകുകയാണ്. ആരാധിക്കാൻ മനസ്സില്ലാത്തവർ, അയ്യോ ഞാൻ പ്രസംഗം കേൾക്കാൻ വന്നതാണ്, ഞാൻ പാട്ട് കേൾക്കാൻ വന്നതാണ്, അത് കഴിഞ്ഞല്ലോ, അങ്ങനെയുള്ളവർക്ക് ദയവായി നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കഴിഞ്ഞു, നിങ്ങൾക്ക് പോകുന്നതിന് തടസ്സമില്ല. പാസ്റ്റർമാരായാലും വിശ്വാസികളായാലും എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. അല്പ മിനിറ്റുകൾ സ്തോത്രം. ദൈവം ഈ ആധുനിക